ഇന്ത്യയുടെ ആണവ ഊർജ്ജ മേഖലയ്ക്ക് വലിയ നാഴികക്കല്ലാകുകയാണ് കൽപ്പാക്കത്തിൽ നിന്ന് വരുന്ന വാർത്ത. അതായത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അത് സുഗമമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന നിരവധിയായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഒരു ലോങ് ടേം അറ്റോമിക് എനർജി പ്രോഗ്രാമിന് ഒരു വലിയ സഹായകരമാവുക? ഇന്ത്യയുടെ ആണവോർജ ഉൽപാദനത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ക്രിട്ടിക്കലായി, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞാൽ മരിക്കാറായി എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ അതല്ല എൻ്റെ അർത്ഥം. ക്രിട്ടിക്കലാകുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സുഗമമായി അത് സ്വയം പ്രവർത്തിക്കുന്നു, അതിൻ്റെ ആ ഒരു റിയാക്ഷൻ തുടരുന്നു എന്നാണ് അതിന് അർത്ഥം. ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. അതായത് ഈ റിയാക്ടറിൽ ഫിഷൻ നടത്തിയിട്ടാണ് ഒരു ആറ്റത്തിനെ വിഭജിക്കുമ്പോൾ അതിൽ നിന്നും വലിയ തോതിലുള്ള ഊർജം പുറത്തേക്ക് വരും. ആ ഊർജത്തോടൊപ്പം ന്യൂട്രോൺ വരും. ആ ന്യൂട്രോണുകൾ അടുത്ത വേറൊരു ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യും. അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോകും. പക്ഷെ ഒരുപാട് ന്യൂട്രോൺ വന്നിട്ട് അത് നിയന്ത്രണാതീതമായിട്ട് വന്നാൽ അത് പൊട്ടിത്തെറിയാകും. അതാണ് ആറ്റം ബോംബ്. അങ്ങനെ സംഭവിക്കാതെ കൃത്യമായിട്ടും ഈ നിശ്ചിത ന്യൂട്രോണുകൾ നിശ്ചിത ആറ്റത്തെ വിഭജിക്കുമ്പോൾ അത് ആ ഒരു റിയാക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അതിനാണ് ക്രിട്ടിക്കൽ ആകുക എന്ന് പറയുന്നത്. അത് മനുഷ്യൻ ചില മാർഗങ്ങളിലൂടെ അത് കൈവിട്ട് പോകാതിരിക്കും. കാരണം അതിനാണ് ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്ന് പറയുന്നതിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഒരേ സമയം ഈ മോഡറേറ്ററും കൂളന്റുമാണ്. മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ കൈവിട്ട് പോകാതെ, ഞാൻ മുമ്പേ പറഞ്ഞ രീതിയിൽ അതൊരു വിസ്ഫോടനമായിട്ട് മാറാതെ അതിനെ ന്യൂട്രോണുകളുടെ എണ്ണത്തെ നിയന്ത്രിച്ച് നിർത്തുന്നു. അങ്ങനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഘടകമാണ്. അതായത് ഒരു അണുവായുധമല്ലാത്ത ആണവോർജ ഉൽപാദനത്തിന് ഇതാണ്. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ആകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കൽപ്പാക്കത്ത് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച അതിന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എന്നാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കമാണ്. അപ്പോൾ ഈ ഒരു റിയാക്ടറിൽ നിന്നും 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ചെറിയ ഉൽപ്പാദനമൊന്നുമല്ല. 500 മെഗാവാട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 4-5 ലക്ഷം കുടുംബങ്ങൾക്ക് നിത്യേന അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയാകും. 500 മെഗാവാട്ട് എന്ന് പറയുന്നത് വലിയൊരു അളവാണ്. ആ 500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ റിയാക്ടർ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയല്ല 2 ദിവസമായി അത് ക്രിട്ടിക്കലായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഫാസ്റ്റ് ബ്രീഡർ ഇപ്പം ഇന്ത്യക്ക് നിരവധി ആണവോർജ ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിച്ചത്, അത് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയത്. നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ കമേഴ്സ്യൽ നിലയിലേക്ക് ഉൽപാദനം നടത്തുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഉള്ളത് ഇന്ത്യ കൂടാതെ ഒരേ ഒരു രാജ്യത്തിനേ ഉള്ളൂ, അത് റഷ്യ. നമ്മളെക്കാൾ മുമ്പേ അവർക്കുണ്ട്. US-ന് FBR ഇല്ല, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇല്ല. ചൈനയ്ക്കും ഇല്ല, ജപ്പാനും ഇല്ല. അപ്പം നമ്മൾ 2 പേര് മാത്രം അടങ്ങുന്ന ഒരു എലീറ്റ് ക്ലബിലോട്ടാണ് ഇന്ത്യ പ്രവേശിച്ചത്. അത് തീർച്ചയായിട്ടും ആഘോഷിക്കപ്പെടേണ്ട ഒരു നേട്ടമാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ എന്ന് പറയുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് യുറേനിയം പ്ലൂട്ടോണിയം കൂടെ ചേർന്ന പെല്ലറ്റുകളാണ് ഇതിൽ ഫ്യുവലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഫ്യുവലിനേക്കാൾ അധികം ഫിസൈൽ മെറ്റീരിയൽ അത് നിർമ്മിക്കും ഒരു ബൈ പ്രോഡക്റ്റായിട്ട്. അപ്പം അതായത് അതൊരു വലിയ നേട്ടമാണ്. നമ്മൾക്ക് ആവശ്യത്തിന് ഫിസൈൽ മെറ്റീരിയൽ നമ്മൾ നിർമ്മിക്കും. ഇപ്പം ഇന്ത്യക്ക് നമുക്കറിയാം ഈ ഫിസൈൽ മെറ്റീരിയൽ ആണവ ഊർജം ഉൽപ്പാദിപ്പിക്കാനും അതേസമയം അണ്വായുധം ഉൽപ്പാദിപ്പിക്കാനും ആവശ്യമുണ്ട്. അപ്പോൾ ഫിസൈൽ ഇത് നമ്മുടെ ഒരു റിയാക്ടറിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള ഫിസൈൽ മെറ്റീരിയൽ വളരെയധികം ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അണ്വായുധ നിർമ്മാണത്തിനും ഇത് സഹായകരമായിരിക്കും. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് യുറേനിയം ഇതിൻ്റെ കോറ്, അതായത് റിയാക്ടറിൻ്റെ കോറ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഈ പ്ലൂട്ടോണിയവും യുറേനിയവും ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ് അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റ്, ഒരു കവറിംഗ് ഉണ്ട്.
ആ കവറിങ് എന്ന് പറയുന്നത് സാധാരണ പ്രകൃതിയിൽ കിട്ടുന്ന യുറേനിയം 238 എന്ന് പറയുന്ന നോൺ ഫിസൈൽ ആയിട്ടുള്ള, ഫിസൈൽ അല്ല അത്, വേഗത്തിൽ അത് പിന്നെ അതിൻ്റെ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള U-238 കൊണ്ട് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാക്കും ഈ കോറിന് ചുറ്റും. അവിടേക്ക് ഇതിൽ നിന്ന് വരുന്ന ന്യൂട്രോണുകൾ, അതായത് ഈ ആറ്റത്തിനെ വിഭജിക്കുമ്പോൾ വരുന്ന ന്യൂട്രോണുകൾ ആ യുറേനിയം 238 അബ്സോർബ് ചെയ്യുകയും എന്നിട്ട് അത് സ്വയം പ്ലൂട്ടോണിയമായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അതായത് അതൊരു പ്ലൂട്ടോണിയം ഒരു ഫിസൈൽ മെറ്റീരിയലാണ്. അങ്ങനെയാണ് ഈ ഉപയോഗിക്കുന്ന ഫിസൈൽ മെറ്റീരിയലിനേക്കാൾ കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിനൊരു വലിയ സാധ്യത മുന്നിലുണ്ട്. അതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ തൽക്കാലം നമുക്ക് അങ്ങ് മാറ്റിവെക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ സാധ്യത തോറിയം എന്ന നമ്മുടെ പിന്നെ തീരപ്രദേശത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഒഡീഷയിലുമാണ് തോറിയം കാണുന്നത്. ലോകത്തിൻ്റെ തോറിയം നിക്ഷേപത്തിൽ 25% ഇന്ത്യയിൽ. ആ തോറിയം ഈ ഞാൻ മുമ്പേ പറഞ്ഞ പിന്നെ കോറിന് ചുറ്റുമുള്ള ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിച്ചാൽ ആ തോറിയം തോറിയം ഫിസൈൽ മെറ്റീരിയലായിട്ട് മാറും. അങ്ങനെ നമുക്ക് തോറിയം കൊണ്ട് നമുക്ക് ഒരു ആണവോർജം ഉൽപ്പാദിപ്പിക്കാം. അതായത് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ആദ്യം നമ്മൾ പ്ലൂട്ടോണിയം യുറേനിയം മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ഇത് പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂട്രോണുകൾ ഇതിന് ചുറ്റും ഉള്ള ബ്ലാങ്കറ്റായിട്ട് വലയം തീർത്തിരിക്കുന്ന തോറിയത്തിൽ പിന്നെ കൊളൈഡ് ചെയ്തിട്ട് തോറിയത്തെ മറ്റൊരു പിന്നെ ഫിസൈൽ മെറ്റീരിയലാക്കി അത് മാറ്റിയെടുക്കും. സാധാരണഗതിയിൽ തോറിയം ഫിസൈൽ അല്ല, അതുകൊണ്ടാണ് തോറിയം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. എന്നാൽ അത് ആണവോർജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു വസ്തുതയാണ്. അതിൻ്റെ ഒരു പുതിയ വെർഷൻ ഐസോട്ടോപ്പായിട്ട് നമ്മളത് മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ അതേലെ ഈ പറയുന്ന ന്യൂട്രോൺ കൊണ്ട് ബൊമ്പാഡ് ചെയ്യുക എന്ന് പറയും, കൊണ്ട് ഇടിപ്പിക്കുക. അങ്ങനെ അത് മാറുമ്പോൾ പിന്നീട് അത് ഉപയോഗിച്ച് നമുക്ക് ആണവോർജം ഉൽപ്പാദിപ്പിക്കാം. 233 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പായിട്ട് മാറും തോറിയം. അപ്പം ആ തോറിയം പിന്നീട് ഇന്ധനമായിട്ട് ഉപയോഗിച്ച് നമുക്ക് അണുശക്തി ഉൽപ്പാദിപ്പിക്കാം. അതൊരു വലിയ നേട്ടമാണ്. അതായത് നമുക്ക് ഉള്ള ഒരു പരിമിതി, ഇന്ത്യയിൽ ലോകത്തിലെ യുറേനിയം നിക്ഷേപത്തിൻ്റെ ഒരു 2% ഒക്കെയാണ് ഇന്ത്യക്കുള്ളത്. അത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം, ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഗതികേടിലാണ്. പക്ഷേ തോറിയം നമുക്ക് ആണവോർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റിയെടുത്താൽ ആ തോറിയം പ്രപഞ്ചത്തിൽ കാണുന്ന തോറിയത്തെ ഫിസൈൽ ഐസോട്ടോപ്പാക്കി നമ്മൾ മാറ്റിയെടുത്താൽ നമുക്കത് ഉപയോഗിച്ച് ഒരു ആണവോർജ ഉൽപ്പാദനശാല ചലിപ്പിക്കാൻ, ആരുടെയും സഹായമില്ലാതെ ഇറക്കുമതി ചെയ്യുക, പിന്നെ ഇറക്കുമതി ഇല്ലാതെ നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാക്കാം. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ലോകത്തിൻ്റെ തോറിയം നിക്ഷേപങ്ങളുടെ 25% ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏറ്റവും മികച്ച തോറിയമുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതിക്ഷാമം പരിഹരിക്കാൻ ഇത് മതിയാവും. ആണവോർജം കൊണ്ട് പിന്നെ പ്രവർത്തിക്കുന്ന ഒരു അല്ലെ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിയാക്ടർ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഥാപിച്ചാൽ കേരളത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന ഈ തോറിയം കൊണ്ട് അത് പ്രവർത്തിപ്പിക്കാൻ പറ്റും. നമുക്ക് നമ്മൾ കുറച്ചു മുമ്പേ ചർച്ച ചെയ്ത ഇവിടുത്തെ പിന്നെ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ഡാം തുറന്നുവിട്ട് 600 പേര് മരിച്ച സംസ്ഥാനമാണ്. അവിടെ ഇത്തരം ഒരു പിന്നെ ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പിന്നെ കേന്ദ്രം വന്നാൽ അങ്ങനെ 600 പേര് മരിച്ച ഒരു ചരിത്രം ഈ അടുത്ത കാലത്തെങ്ങും ഒരു പിന്നെ ആണവോർജ ഉൽപ്പാദന കേന്ദ്രത്തിലും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് ഇത് സുരക്ഷയ്ക്കെതിരാണെന്നൊക്കെ പറയുന്ന ചുമ്മാതെ കള്ളപ്രചരണമാണ്. കേരളത്തിൽ ഇന്ന് ഈ പറയുന്ന കൽപ്പാക്ക നിലയത്തിൽ നിന്നും വലിയ തോതിൽ വൈദ്യുതി കിട്ടുന്നുണ്ട്. കൂടംകുളത്ത് ആണവോർജ ഉൽപ്പാദനം അവിടുന്ന് ഡെയിലി കേരളത്തിൽ 200 മെഗാവാട്ടാണ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ പറയുന്ന ആണവോർജ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ എന്താണ് തെറ്റ്? ഞാൻ എൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പിക്കുന്ന ആത്മവഞ്ചന നടത്തുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ചിന്തിക്കേണ്ടത് ഡാം ചെറിയൊരു ഡാമായ മണിയാർ തുറന്നു വിട്ട് 600 പേരെ കൊന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ പിന്നെ അതിനപ്പുറത്തോട്ട് ഉള്ളൊരു ദുരന്തമൊന്നും ഇനി വരാനില്ല. കേരളത്തിന്റെ ഭാവിയിലെ വൈദ്യുതാവശ്യങ്ങൾ നേരിടണമെങ്കിൽ തോറിയം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യുത ഉൽപ്പാദന കേന്ദ്രം കേരളത്തിലുണ്ടാകും. അതിൻ്റെ ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിപ്പം കമേഴ്ഷ്യലി
എന്തായാലും ഇത് വളരെ ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ഇതിന് വേറെ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. 1-2 വർഷം ഇത് ഈ രീതിയിൽ പ്രോട്ടോടൈപ്പ് റിയാക്ടറായിട്ട് പ്രവർത്തിപ്പിച്ചിട്ട് ഇതിന്റെ ശേഷി സർക്കാർ വർദ്ധിപ്പിക്കും. ഒരു 2000-2500 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകൾ നമ്മൾ നിർമ്മിക്കും. അതോടൊപ്പം അവിടെ നിന്നും തോറിയം അവിടെ ഉപയോഗിക്കാൻ തുടങ്ങും. പിന്നീട് തോറിയം ഇന്ധനമാക്കി അത് ഐസോട്ടോപ്പാക്കി മാറ്റിയെടുക്കും. അതായത് നമ്മുടെ ഒരു ശുക്രദശ തെളിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഊർജത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലെത്തിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. ഈ കണക്കുകൾ പ്രകാരം 400 കൊല്ലത്തേക്ക് 500 ഗീഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള തോറിയം നിക്ഷേപം നമ്മുടെ കയ്യിൽ. അതായത് നമുക്ക് ഒന്നിനെ കുറിച്ചും വിഷമിക്കണ്ട. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 8 ഗീഗാവാട്ടാണ് ആണവ ഊർജം. അത് 8-ൽ നിന്നും 500 ആക്കി വർദ്ധിപ്പിച്ച് 400 കൊല്ലം തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഫ്യൂവലാണ്, ഇന്ധനമാണ് നമ്മുടെ തോറിയം. എത്ര വിലപ്പെട്ടതാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും വളരും, കേരളത്തിൽ തൊഴിലവസരങ്ങളുണ്ടാകും. അപ്പം കേരളത്തിനും ഇതൊരു വലിയ നേട്ടമാണ്. ശാസ്ത്രത്തിലൂടെ, സാങ്കേതിക വിപ്ലവത്തിലൂടെ, അല്ലാതെ പുന്നപ്രവയലാർ പോലുള്ള വിപ്ലവത്തിലൂടെ അല്ല മനുഷ്യൻ രക്ഷപ്പെടുന്നത്. മനുഷ്യൻ രക്ഷപ്പെടുന്നതും സമ്പത്ത് ഉണ്ടാകുന്നതും ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിലൂടെയാണ്. കുതിച്ചുചാട്ടം ഉണ്ടാകും. ആ കുതിച്ചുചാട്ടത്തിലൂടെ മലയാളി തൊഴിലവസരം ഉണ്ടാകും, കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും, കേരളത്തിൻ്റെ സമ്പദ്ഘടന ഒന്ന് നേരെ നിൽക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു നേട്ടം, അതിൻ്റെ 10 മടങ്ങിലുള്ള പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വിശദ വിവരങ്ങളുമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രേക്ഷകരുമായിട്ട് കൂടുതൽ വിവരം പങ്കുവെക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.